ഇപ്പൊ എന്താ ചെയ്തേക്കണ അറിയോ നമുക്ക്? സാധനം ഉണ്ട് ഉണ്ട് അടിപൊളി. നല്ല രസമുണ്ടാ? നല്ല രസമുണ്ടാ? പത്തോണ്ടല്ലേ കോണം ആണ്ടാ കൊണ്ടുപോയത്. മൂടി വെക്കണ ആര് മൂടി വെച്ചുമാ? നിങ്ങൾ കച്ചറ കളിക്കണ കിട്ടുമാ? അത് നടക്കൂല. കുറച്ചിട്ട് ഇല്ല കുറച്ച് ദിവസം മുന്നേ ലീവിന് പോയപ്പോൾ ഒരു സാധനം കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ തലേ ദിവസം ഞാൻ ഉണ്ടാക്കിയ ജ്യൂസ് കേട്ടോ. ആ ജ്യൂസിൻ്റെ വീഡിയോ നേരെ താഴെ ഉണ്ടാവും. അപ്പം അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഞാൻ ഇത് വേറെ എന്തൊരു വെറൈറ്റി മാങ്ങായിട്ട് വെറൈറ്റി ആക്കണം വെച്ചാൽ ഇതേപോലെ തന്നെ ഈറടിച്ചിട്ട് ഇത് തന്നെയാണ് സംഭവം. വെറുതെ ഇരുന്ന് കുറേ നേരം മൊബൈലും കളിച്ച് ഈറടിച്ച് അങ്ങനെ മാങ്ങ കണ്ട ഒരു ഓപ്ഷൻ. അപ്പോൾ നേരെ മാങ്ങ പൊട്ടിച്ചിട്ട് എന്താക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു അടിപൊളി അച്ചാർ. ആ അച്ചാറുകൊണ്ട് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് ഒരു എൻ്റെ ഉമ്മ എന്നോട് പറഞ്ഞെന്തറിയോ, എനിക്ക് കൊതി ഇളകി ചാവൂടാന്ന് പറഞ്ഞത്. അപ്പം ഞാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ഉമ്മക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഉമ്മ ഇത് മാറ്റി വെച്ച് അങ്ങനെ ഈ അച്ചാർ കഴിച്ചിട്ട് എനിക്ക് മതിയാവണില്ല. ഞാൻ ഉമ്മ മാറ്റി വെച്ച് പോയി എടുത്തിട്ട് ഇങ്ങനെ സ്പൂണായിട്ട് വാരി തിന്നതാണ്. ഉമ്മ എൻ്റെ പള്ളിയിൽ എന്താ പറയണേ, എനിക്ക് കൊതിയുള്ളതും വയറിളക്കും എന്ന് പറഞ്ഞിട്ട് കുറേ ഇത് അതിനാകെ വല്ലാത്ത രീതിയിലായി. അങ്ങനെ പാവല്ലാച്ചിട്ടായിരിക്കും ഞാൻ പറഞ്ഞു ആ എടുത്തോ പറഞ്ഞ് അങ്ങനെ കൊടുത്ത്. അപ്പോൾ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീഡിയോ കണ്ടിട്ട് ചെയ്തൊരു ഇതല്ല കേട്ടോ, ഉണ്ടാക്കിയതല്ല. കാരണം ഞാൻ എൻ്റേതായിട്ടുള്ളൊരു കുക്കിങ്ങിൽ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഈ വീഡിയോ ഒന്ന് കണ്ടിട്ടൊന്നുമല്ല, നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. പിന്നെ അത്ര പ്രൊഫഷണൽ രീതിയിലൊന്നല്ല റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. ഒരു നമ്മൾ സാധാരണ രീതിയിൽ വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് അതിന് ജസ്റ്റ് കണ്ടോളൂ. നമ്മളിന്ന് വെറൈറ്റി ആയിട്ട് മാങ്ങയായിട്ട് ഒരു അച്ചാർ ഉണ്ടാക്കുമ്പോൾ കണ്ടോ, കുറച്ച് മാങ്ങ ഉണ്ട് തോട്ടിയതോടെ താഴ്ന്ന് എത്തുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ്. പിന്നെ കുറച്ച് മാങ്ങ ഇവിടെ ഉണ്ട് കേട്ടോ. ഈ മാവ് ഞാൻ ചെറുപ്പത്ത് എന്താ എൻ്റെ ഒരു 6-7 വയസ്സിൽ മാങ്ങ കടിച്ചിട്ട് ഇവിടെ മാങ്ങണ്ടില്ലേ കടിച്ചു വിട്ടിട്ടാണ് വളർന്ന് മാങ്ങ നോക്കി ഇതിൽ നിന്ന് പൊട്ടിച്ച് തിന്നതിൻ്റെ സുഖം വേറെ തന്നെയാണ്. അപ്പോൾ ഇതിൽ പിന്നെ കുറേ പൊട്ടിച്ചാണ് ഞാൻ, അതിൻ്റെ തന്നെ കുറച്ചുള്ളൂ. താഴ്ത്തങ്ങളൊക്കെ പൊട്ടിച്ച് ഇവിടെ ഒരു 3 മിനിറ്റ് ഇതാകണ്ട. അവിടെ സൈഡിൽ സുമിതര ഇവിടെ സൈഡിലേക്ക് കുറച്ച് മൂത്തത് എനിക്ക് ഇത്ര മൂത്തത് എനിക്ക് വേണ്ട. ഇവിടെ കണ്ണിമാങ്ങ പോലെ സാധനം വേണം, അതാണ് കുറച്ച് ടേസ്റ്റ് ഉണ്ടാവുക. മറ്റേത് പിന്നെ അവിടെ ഉണ്ട്, നമുക്ക് പൊട്ടിക്കാം. ഉണ്ടാ വേണ്ട അവിടെ പോയി. അപ്പോൾ ഇത് മൊത്തം പൊട്ടിക്കട്ടെ. അവിടെ കുറച്ചുണ്ട് മാങ്ങ. അവിടെയൊക്കെ നിറയുള്ളൂ കേട്ടോ. അവിടെ ഒന്നും തൊടാത്തോണ്ടേ ആ സൈഡില്ല. പക്ഷേ ഈ മാവിൻ്റെ മുകളിൽ കയറണം. ഉമ്മയാണ് ചീത്ത അറിയും, പഴുത്തിട്ട് തിന്നാ കാണാൻ വെച്ചിക്ക. അപ്പോൾ ഞാനാണെങ്കിൽ എന്ത് ചെയ്യുക, എനിക്ക് മാങ്ങാച്ചാർ ഭയങ്കര ഇഷ്ടമാണ്. ഇത്ര വലിയ മൂത്തൊന്നും വേണ്ട. ഇതിൻ്റെ ഈ കത്തി ഉണ്ടല്ലോ, നമ്മുടെ പുല്ലൊക്കെ മുറിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കത്തിയാണ്. എൻ്റെ പിടിയൊക്കെ പോയപ്പോൾ നേരെ ഇതാക്കി നമ്മളിപ്പോൾ നമുക്ക് ആവശ്യമുള്ള മാങ്ങ നമുക്ക് കിട്ടിയില്ല. മേത്ത് അങ്ങനെ നമുക്ക് ചെറിയ അത്യാവശ്യം മുക്കാത്ത മാങ്ങകൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അടുക്കളൊക്കെ ചെറിയ രീതിയിൽ നീറ്റായി കിടക്കുകയാണ്. അപ്പോൾ നമ്മളൊന്ന് കച്ചറാക്കാൻ പോകണം. കച്ചറാക്കാൻ വേണ്ടി ചെയ്യണമല്ല, ഏതെങ്കിലും കച്ചറയാവും. എൻ്റെ കുക്കിങ് അങ്ങനെയാണ്. ഇത് പഴം മുറിക്കുന്ന കത്തിയാണ്, കുഴപ്പമില്ല. ഇതൊരു ബ്ലേഡാണിത്. എന്താ വെച്ച് കഴിഞ്ഞാൽ നല്ല മൂർച്ചയുണ്ട്. ഇത് കണ്ടാൽ പെട്ടെന്ന് തന്നെ മൂർച്ച പോലെ കത്തിക്ക്. നമ്മുടെ ഒരു വാഴ കണ്ട അവിടെ പോയിട്ടുണ്ട്. അപ്പോൾ മുറിക്കുന്നതിന് മുന്നേ നമുക്ക് ആദ്യം മാങ്ങ കയറാം. മുറിച്ച് കഴിഞ്ഞിട്ട് കഴുകിയിട്ട് നമ്മൾ ഈ മുളകും കാര്യങ്ങളും ഇട്ട് കഴിഞ്ഞാൽ ഒരു സുഖം ഉണ്ടാവില്ല. ഇത് ഇന്നലെ ഉണ്ടാക്കി വെച്ചാണ്. അപ്പോൾ
നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് നമ്മൾ ഇപ്പോൾ വെറൈറ്റി കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, നല്ല ഇത്ര മതി, ബാക്കിനെ കറിക്ക് ഇരുന്നോട്ടെ. അതിൻ്റെ ഈ ഓരോന്ന് എടുത്ത് നോക്കണം. എന്താ വെച്ചാൽ വല്ലാണ്ട് മൂത്തത് എനിക്ക് പറ്റില്ല. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഒന്ന് മുറിച്ച് സെറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇത് നോക്കിയേ, ഇത് കണ്ട, ഞാൻ ചള്ള് എന്ന് പറയാൻ കാരണം കണ്ട ഇങ്ങനെ കിട്ടും, മറ്റേത് നമുക്ക് ഇങ്ങനെ കിട്ടത്തില്ല. നോക്കിയേ, കണ്ട കണ്ട മാങ്ങ. ഇത് കട്ടിംഗ് ബോർഡ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഗ്ലാസ്സിൽ വെച്ചിട്ട് കട്ട് ചെയ്യണം കേട്ടോ. വെറൈറ്റി മാങ്ങാച്ചാറ് ഉണ്ടാക്കാൻ വേണ്ടി എടുത്താട്ടോ. സവാള, പിന്നെ വെളുത്തുള്ളി, ചെറുള്ളി, തക്കാളി, പച്ചമുളക്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ വെറൈറ്റി മാങ്ങാച്ചാറ്. കറിവേപ്പില, കുറച്ച് സ്മെല്ലും കാര്യങ്ങളും കിട്ടാറുണ്ട്. നമുക്ക് കോവക്കൊണ്ട് ആഡ് ചെയ്താലോ, മുറിച്ചിട്ട് ഒരു വെറൈറ്റി ആവട്ടെ. കോവക്കൊണ്ട് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. എൻ്റെ പുതിയൊരു വെറൈറ്റി രീതിയിൽ ഞാനിതാ തക്കാളി, പച്ചമുളക്, ഇത് ചെറുള്ളി കേട്ടോ, ഇത് കറിവേപ്പില, പിന്നെന്താ സവാള ഒക്കെ 1.5 എടുത്തിട്ടുള്ളൂ. പിന്നെ എന്താ വെളുത്തുള്ളി, പിന്നെ പുതിയ സാധനം ഇതുണ്ട കോവക്ക. അപ്പോൾ ഇത് ആരും ചെയ്തത് കണ്ടിട്ടൊന്നുമല്ല, ഞാൻ പുതിയ രീതിയിൽ മാങ്ങാച്ചാർ ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ എൻ്റെ രീതിയിൽ ഞാൻ കുക്ക് ചെയ്യാൻ പോട്ടത് എന്താവുമെന്ന് ഉണ്ടാക്കി കഴിയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ നമുക്ക് പാനൊന്നും കിട്ടിയില്ല, അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചീഞ്ചട്ടി വെച്ച് ഇതാക്കാം. കോവക്ക് പിന്നെ നല്ല വേവ് വേണം, അതുകൊണ്ട് തന്നെ കുറച്ച് നേരം കുക്കിങ് ഇങ്ങനെ ഇരിക്കേണ്ടി വരും. പിന്നെ നല്ല മീൻ, ഇതിങ്ങനെ ഇങ്ങനെ എടുത്ത് കഴിക്കണം. എന്താ ഒരു ആണോ, നിങ്ങൾ ഇതിന് സുഖമുണ്ടല്ലോ, വേറെ ലെവല. ചട്ടി വിടണ്ടേ, കടു പൊട്ടിച്ചാലോ. നമ്മളെന്ത് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് റെക്കോർഡിങ്ങിനെ വെച്ചിട്ട് ഇത്ര നേരം പിടിച്ചിരിക്കുന്നു, അറിഞ്ഞില്ല ഓഫായി ഇറക്കായിരുന്നു. അപ്പോൾ നമ്മൾ ചെയ്തെന്താ വെച്ചാൽ തക്കാളി ഈ സാധനമൊക്കെ അല്ലേ ഒക്കെ ആ ചിക്കൻ തന്നെ ഇട്ട് കടുക് പൊട്ടിച്ചിട്ട്, കടുകും വേപ്പിലെല്ലാം പൊട്ടിച്ചിട്ട് ഇതാക്കിയിട്ട് നമ്മൾ ആദ്യത്തന്നെ എല്ലാം കൂടി ഇട്ട്. പക്ഷെ അത് നിങ്ങൾ കാണണ്ടായിരുന്നു, പക്ഷേ എൻ്റെ ശ്രദ്ധ ക്യാമറയ്ക്ക് അങ്ങോട്ട് പോയില്ല. എന്താവോ ഉണ്ടോ, നല്ല രീതിയിൽ കുക്കാവട്ടെ കേട്ടോ. മാങ്ങാച്ചാറാണോ കോവക്കുപ്പേരിയാണോ എന്ന് ഡൗട്ട്. നമ്മൾ കുറച്ച് മുളക് പൊടി, കുറച്ച് ഉപ്പ് ശാലം മതിട്ടാ, കൂടുന്ന സംശയമാണ്. കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് അവൻ്റെ കയ്യും പൊള്ളി ചട്ടിയുമ്പോൾ കൊണ്ടുവച്ച് കൈ അടിയൊക്കെ കരിക്കണം കേട്ടോ. എവിടെയൊക്കെ പൊട്ടുന്ന സൗണ്ട്. നമ്മുടെ കോവയ്ക്കയും ഉള്ളി ഇതൊക്കെ തക്കാളിയൊക്കെ നല്ല രീതിയിൽ ഇതായിട്ടുണ്ട്. നമ്മൾ തുടക്കത്തിൽ തന്നെ ഇട്ട് കുക്കിംഗ് അറിയാത്തതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ഒരു തട്ടിക്കൂട്ടി പരിപാടി ഇല്ലേ, ഇതാണ് സംഭവം. വീഡിയോക്ക് വേണ്ടി ചെയ്ത് തന്നെയാണ്, നമ്മളുള്ള പോലെ പറയണല്ലോ. ഇങ്ങനെയുള്ള പരിപാടി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മാങ്ങ കഴുകിയില്ല, നമ്മൾ മാങ്ങ തുടക്കത്തിലാണ് കഴുകിയത്. ഇപ്പോൾ കഴുകി കഴിഞ്ഞാൽ പണി എന്താ പറയുക, ഫുള്ള് വെള്ളം ഒഴിട്ട് നമ്മൾ ഇപ്പോൾ മുളകിടുന്ന ടൈമിൽ അവിടെ ഒഴിക്കാൻ തുടങ്ങും, ടേസ്റ്റ് കിട്ടില്ല. അപ്പം അങ്ങനത്തെ നമുക്ക് കുറച്ച് ഉപ്പ്, കൂടിയാ ഏയ് ഉപ്പ് എല്ലായാലും പിടിച്ചിട്ടാ. ഇച്ചിരി അല്ല മുളക് പൊടി,
വെളിച്ചെണ്ണ ഉണ്ടോ അവിടെ സാധനം നമ്മൾ ലെവലിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചോദിക്കും ഇതെന്തിനാണ് ഉണ്ടാക്കിയിരുന്നത്? നമ്മളിത് കുക്കായി കഴിഞ്ഞാൽ ഇവിടുത്തെ മൊത്തം ഇതിക്ക് കിട്ടും. ഏതുണ്ട് സംഭവം വെറൈറ്റി അല്ലേ? പച്ചമാങ്ങയ്ക്ക് കുക്ക് ചെയ്ത സാധനങ്ങളൊക്കെ ഇതായിക്കണം നിൽക്കറിയില്ല കേട്ടോ. ആയോ നോക്കാം. ഈ കോവക്കൊപ്പരി ഉണ്ടാക്കാൻ പഠിച്ചല്ലോ. സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നമുക്കൊരു ഉള്ളി ഇട്ടിട്ടുണ്ട്. അപ്പം ഈ ഉള്ളി കുക്ക് ചെയ്യാണ്ട് നമുക്ക് സ്ലൈസ് ചെയ്തിട്ട് നേരത്തേക്ക് ഇടാം. ഉള്ളി കഴിക്കുന്നത് നല്ലതാണ്. അപ്പോൾ തന്നെ അത് സെറ്റ് ആയിക്കോളും. വെച്ച് ഇവിടെ വെച്ച് കട്ടിങ് ബോർഡാണേ, ഗ്ലാസ് കട്ടിങ് ബോർഡ്. അപ്പോൾ നമ്മൾ ഉള്ളി ഇതാ കണ്ട കയ്യേറ്റ് ഇങ്ങനെ ഉടച്ച് എല്ലായിടത്തും എത്താൻ വേണ്ടിയിട്ടാ ചെയ്യണേ. അവിടെ നേരത്തെ പാഞ്ഞ സാധനമൊക്കെ ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നേരെ തിട്ട നമ്മുടെ ഐറ്റത്തേക്ക് ഇട്ടാലോ. എന്താവോ ആർക്കറിയാം. ഫസ്റ്റ് ടൈമാണ് ഇതിപ്പോൾ ചെയ്യണത്. നമ്മുടെ സാധനം സെറ്റായിട്ടുണ്ട്. ഓഫ് ചെയ്ത് വെച്ചേ. ഇനിയുള്ള പരിപാടി മിക്സ് ചെയ്യാം. എന്തൊക്കെ ഒരു സ്മെല്ല്, നല്ല രീതിയിൽ സ്മെല്ല് ഉണ്ട് കേട്ടോ. എന്ത് നമുക്ക് മനസ്സിലാണില്ല. കഴിഞ്ഞാൽ നല്ല നമ്മുടെ കുക്ക് ചെയ്തതിൻ്റെ ഒരു സ്മെല്ല്. ട്രൈ നോക്കാം. ഇത് കഴിച്ചോക്കിയമ്മ കഴിക്കണ്ടവരല്ലേ. ഇതിപ്പോൾ എന്താ ചെയ്തിക്കണ അറിയോ? അടിപൊളി. ഇതിപ്പോൾ എന്താ ചെയ്തിക്കണ അറിയോ നിങ്ങൾക്ക്? സാധനം ഉണ്ട്. ഞാൻ ആദ്യമായിട്ട് ചെയ്തോണേ. ഉപ്പിലിട്ടേക്കാനാ? പിന്നെ വരണിട്ടൊക്കെ ഉണ്ട്. ഇതിപ്പോൾ നാളാക്ക്. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് അല്ലെങ്കിൽ ട്രൈ ചെയ്യണം തോന്നി കഴിഞ്ഞാൽ പച്ചമാങ്ങായിട്ട് ട്രൈ ചെയ്ത് നോക്കട്ടോ. ഇതിപ്പോൾ ഞാൻ ചെയ്യാൻ എനിക്ക് ചോറ് കഴിക്കാൻ വേണ്ടി ചെയ്തതാണ്. അപ്പോൾ ഒരു വെറൈറ്റി ആവട്ടെ വിചാരിച്ച്. സംഭവം എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കിച്ചൺ മൊത്തം ഞാൻ കച്ചറാക്കിയിട്ടുണ്ടല്ലേ. അപ്പോൾ ഞാൻ അടുക്കള കയറി കഴിഞ്ഞാൽ പ്രശ്നം ഫുള്ള് കച്ചറാക്കിയിട്ട് ഇറങ്ങി വരുള്ളൂ. കണ്ടോ, ഒന്നും പറ്റില്ല. നല്ല ടേസ്റ്റ്. അപ്പോൾ ചോറെടുത്ത് അടിക്കാൻ പോട്ടാ. ഉച്ചയ്ക്ക് കഴിച്ചില്ല. ഇപ്പോൾ സമയം പറഞ്ഞു കഴിഞ്ഞാൽ 3-4 മണി ആയിട്ടാ. അപ്പോൾ നമ്മുടെ ചോറ് ഇതിപ്പോൾ എനിക്ക് മാത്രമേ ഉള്ളൂ. ചോറ് ഉണ്ട്, അത്രേ ഉള്ളൂ. മൊത്തം ഞാൻ തിന്നു തീർക്കേ. നമ്മൾ വിചാരിക്കും കറിയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഉണ്ടാക്കിയത് വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല, കറി ഇവിടെ വേറെ ഉണ്ട്. എന്തായാലും എനിക്ക് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും വേണം. ഞാൻ ആദ്യമായിട്ടാണ് കുക്ക് ചെയ്യണത്. ഇത് കണ്ട നല്ല അടിപൊളി ചാളക്കറി. മീനില്ലെങ്കിലും മീനൊക്കെ രാവിലെ കുറച്ച് പൂച്ചക്ക് എടുത്തു കൊടുത്ത് ഉണ്ടോ. ഇടുക്കി ഇനിയിപ്പോൾ എന്താ കുറച്ച് മീൻ ഇവിടെ ഉണ്ടായിരുന്നു. കുക്ക് ചെയ്യുമ്പോൾ ഞാൻ തന്നെ എടുത്ത് തിന്നിട്ട് കുറച്ച്
ആ കൈ കയറ്റുവാ ഇഫ കൊണ്ടുവന്നേ ബാ ബാ ഇഫ മോള് വാ കയ്യോക്കിയ ഉണ്ട് അടിപൊളി കഴിച്ചോക്ക് ആ പോയി സൂപ്പർ ഇവിടെ കഴിച്ചോക്കിയേ ഇഫ കഴിച്ചോട്ടെ ഇഫ കഴിച്ചോക്ക് സൂപ്പറാണെങ്കിൽ സൂപ്പറാന്ന് പറയും നല്ല രസമുണ്ടാ നല്ല രസമുണ്ടാ എൻ്റെ മേല് തൂങ്ങല്ലേ കഴിച്ചോക്കുമ്പോ രസമുണ്ടത്ര അടിപൊളി സംഭവം ഇതാ ചോറ് മീൻകറി മീൻ വറുത്ത് മൊത്തം ഉണ്ടല്ലേ കോണം ആണ്ടാ കൊണ്ടുപോയി അത് ഇനി കുറച്ച് എടുത്തു വരും എനിക്ക് അതിൽ പാത്രത്തിൽ കുറച്ചെടുത്ത് തുടങ്ങി താമ ഉമ്മ കുറച്ച് കൊടുത്തു തന്നാലേ ഞാൻ തിന്നില്ലാന്ന് ഞാൻ എടുത്തില്ലാന്ന് എവിടെ നിന്ന് കാണിച്ചത് പാത്രത്തിൽ കാണിച്ചെന്നേ ഈ പാത്രത്തിൽ കാണിച്ചെന്ന് നോക്കട്ടെ എവിടെ ഇത് വെറും മറ്റേ മൂടി വെക്കണേ ആര് മൂടി വെച്ചുമാ നിങ്ങൾ കച്ചറ കളിക്കണ നിങ്ങൾക്ക് കിട്ടും അത് ഇത്ര മതി നടക്കൂല കുറച്ചിട്ട് ഇല്ല ഇട് 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 1 2 3 5 10 എത്രയായി മതി ഓ ഇത് എന്ത് സ്വഭാവം വെച്ചിട്ടാ ആഗ്രഹിച്ച് തിന്നാൻ വേണ്ടി ഉണ്ടാക്കിയപ്പോൾ കിട്ടില്ല ആ മാങ്ങ മൊത്തം കൊണ്ടുപോയിട്ട് എങ്ങോട്ട് പൊന്നു രസണ്ടാ കണ്ടോ ഇവർക്ക് 3 ആൾക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മാത്രം ഇങ്ങനെ കഴിക്കുള്ളൂ കേട്ടോ ഇങ്ങനെ കഴിക്കില്ല ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവിടെ വെച്ചിട്ട് പോകും രണ്ടാമത്തെ കേട്ടാ ചോറ് നല്ല രസമുണ്ടാ എരിവുണ്ടാ ഇനി ഇഫാക്ക് എരിവുണ്ടാ ഉള്ളിയാണിത് തിന്നോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം കേട്ടോ ടാറ്റ പറഞ്ഞേ ടാറ്റ